നിങ്ങൾ രാജാവ് വിക്രമാദിത്യനെ പറ്റി കേട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു അമ്പലം പറയപ്പെടുന്ന ഇത് രാജാവ് വിക്രമാദിത്യ മഹാരാജാവ് പണിഞ്ഞതാണ്. ഇതാ ഗണപതി ഭഗവാന്റെ അമ്പലം. ഇതിനെ പറയുന്ന ചിന്താമൻ ഗണേഷ് മന്ദിർ. ഇത് മധ്യപ്രദേശ് സീഹോർ ഡിസ്ട്രിക്റ്റിനകത്ത് സീഹോർ എന്ന സ്ഥലത്താണ്, സീഹോർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന അമ്പലം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭക്തരുടെ എല്ലാ കഷ്ടപ്പാടുകളും ദൈവം തീർത്തു കൊടുക്കുമെന്നാണ് പറയപ്പെടുന്നത്. അനുഭവം അങ്ങനെ തന്നെ. നമുക്ക് ഇന്ന് ഞാൻ നിങ്ങളെ ഈ അമ്പലത്തിന്റെ ഭഗവാനെ, ഈ അമ്പലത്തിൽ ഭഗവത് ദർശനം നിങ്ങൾക്ക് ഞാൻ സാധിച്ചു തരാൻ പോവാം. ഇതൊക്കെ കണ്ടോ, ഓരോരുത്തരത്തു നിന്ന് ഓരോരുത്തർ ഗിഫ്റ്റായിട്ടൊക്കെ അമ്പലത്തിന് വേണ്ടി കൊടുത്തു വിടുന്നു. നോർത്ത് ഇന്ത്യയിൽ ഭഗവാനെ ഇങ്ങനെ വെച്ച് പൂജിക്കും ഗണേശ ചതുർത്ഥിക്ക്. അന്നേരം അവിടെ വെക്കുന്നതനുസരിച്ച് ഓരോരുത്തർ അതിൻ്റെ റെപ്ലിക്ക ഉണ്ടാക്കി ഈ അമ്പലത്തിൽ കൊടുത്തു. ഞങ്ങൾ ഇന്നിവിടെ തൊഴാൻ വന്നു പോവാ. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണക്ക് തന്നെ ആൾക്കാർ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ നിൽക്കും. അമ്പലത്തിൽ അത് ശരിയല്ല. ഞാനെന്ന് പറഞ്ഞാൽ സൈഡ് മാറി ഇന്ന് എടുക്കണം. പക്ഷേ ഈ മുമ്പിൽ വന്ന് നീ തൊഴുതുകൊണ്ടുള്ള ഒരു ആക്ടിങ് അത് അമ്പലത്തിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബാക്കി എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം. നമുക്ക് ഒരു ചെറിയ എന്തോതിൽ ഭഗവാന്റെ അമ്പലം ഒന്ന് കാണാൻ മെയിനായിട്ട്. ഇതാണ് ഗണപതി ഭഗവാന്റെ വിഗ്രഹം. ഈ വിഗ്രഹമാണ് പൂജിക്കപ്പെടുന്നത്. ഇവിടെ തന്നെ ഭഗവാന്റെ മെയിൻ പൂജയും പൂജാരിയൊക്കെ ഇരിക്കുന്നത് അകത്ത് തന്നെ. ഇവിടെ ഇതിന് എന്തോ നടക്കുന്നത് വിശേഷ പൂജയൊക്കെ ഉണ്ട്. 6000, 5000, 500 രൂപ വെച്ച് തുടങ്ങും. അകത്ത് നിന്ന് പൂജയൊക്കെ ഞങ്ങൾക്ക് ചെയ്യാം. ബാക്കി അമ്പലം എന്ന് പറഞ്ഞാൽ അല്ലാതെ തന്നെ ഇവിടെ 2-3 പ്രതിഷ്ഠ വേറെ ഉണ്ട്. ശിവഭഗവാന്റെ ഒക്കെ ഉണ്ട്. വേറെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ബുധനാഴ്ച ഭയങ്കര തെള്ള. ഗണപതി ഭഗവാന്റെ ദിവസം ഇവിടെ നോർത്ത് ഇന്ത്യ ബുധനാഴ്ച എന്നാണ് പറയപ്പെടുന്നത്. അന്ന് ഇവിടെ നിന്ന് നിൽക്കാൻ അത്ര സ്ഥലം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ആ ദിവസങ്ങളും മിക്കവാറും ഒഴിവാക്കും. പിന്നെ ഈ ഗണപതി അമ്പലത്തിന്റെ പുറവിൽ തന്നെ വേറെ ഒരു അമ്പലമുണ്ട് എന്ന് പറഞ്ഞാൽ സ്വയംഭൂ എന്ന് പറയുന്നത്. സ്വയംഭൂ എന്ന് പറഞ്ഞാൽ തന്നെത്താനെ വന്ന ഭഗവാൻ ഗണപതി ഭഗവാന്റെ അമ്പലം. ഇതൊരു ആൽമരത്തിന്റെ കൂട്ടുള്ളൊരു മരമാണ്. ആൽമരമാണെന്ന് തോന്നുന്നു. എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ പറഞ്ഞിരുന്നു ഏത് മരമാണ്. പക്ഷേ ഇവിടെ ഗണപതി ഭഗവാൻ തന്നെത്താനെ പ്രത്യക്ഷപ്പെട്ടെന്നാണ് പറയുന്നത്. ഇവിടെ എഴുതി വെച്ചേക്കുന്നതും അങ്ങനെ തന്നെ കണ്ടോ. ഇവിടെ വേറെ ദൈവങ്ങളുടെയൊക്കെ വിഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങളിതുണ്ടോ, ഈ മരത്തിൻ്റെ ആ വേര് കണ്ടോ, മരത്തിൻ്റെ ആ വേര് കണ്ടോ, ഈ സെൻറ്ററിൽ കാണുന്നത് അതാണ് സ്വയം പ്രത്യക്ഷപ്പെട്ട ഗണപതി ഭഗവാന്റെ വിഗ്രഹം. ഒരു കണക്കിന് മിരാക്കിളാണ്. അല്ലാതെ നോക്കിയാൽ ഒന്നുമല്ല, ഭക്തിയോടെ നോക്കിയാൽ ദൈവമാണ്. അങ്ങനെ എല്ലാവരുടെയും നോട്ടത്തിലിരിക്കും കാര്യങ്ങൾ. കാഴ്ചപ്പാടി തന്നെയാണ് കാര്യങ്ങൾ. അങ്ങനെയല്ലേ ഭഗവാനും പറഞ്ഞേക്കുന്നത്. ചിന്ത തന്നെ മനുഷ്യൻ, അവൻ എങ്ങനെയോ ചിന്തിക്കുന്ന അവൻ്റെ ജീവിതം അത് തന്നെ. ഭക്തി അതാണ്. നമ്മൾ ഭക്തിയോടെ ഒരു കല്ലിനെ പൂജിച്ചാൽ അതും ദൈവമാണ്. ഭക്തി ഇല്ലാതെ ചെന്ന് ദൈവത്തിനെ സാക്ഷാൽ കണ്ടാലും അത് നമുക്ക് നിസ്സാരമായിട്ട് തോന്നും. ഇത് തന്നെത്താനെ ഞങ്ങൾക്ക് കാണാമല്ലോ. ആ വേര് അത് മൊത്തം വേരിനകത്ത് അവർ പിന്നെ അതനുസരിച്ച് ഭഗവാനെ ചാർത്തിയേക്കുവാണ്, സിന്ദൂരം ചാർത്തിയേക്കും. ഇത് സ്വയംഭൂ എന്നാണ് പറയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ തന്നെത്താനെ ആയതായത്. മരമൊക്കെ ഒരുപാട് പഴക്കമുള്ളതാണ്. ഇന്ന് രാത്രി ആയതുകൊണ്ട് ക്ലിയർ ആയിട്ട് എടുത്തില്ല, ക്യാമറയൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ തൊഴാൻ വന്നതാണ്. അന്നേരം വിചാരിച്ച് നിങ്ങൾക്ക് വേണ്ടി ഇതൊന്നും ഉണ്ടാക്കാം. സ്ഥലമൊക്കെ ഇവിടെ ഒരുപാടുണ്ട്. ഇവിടെ ഫംഗ്ഷനൊക്കെ നടക്കും. ഇതെല്ലാം അമ്പലത്തിൻ്റെ തന്നെ സ്ഥലമാണ്. അതിൻ്റെ അപ്പുറത്തായിട്ട് മാതാവിൻ്റെ വിഗ്രഹമുണ്ട്, ദേവിയുടെ. ഭഗവാൻ എവിടെ ഉണ്ടെങ്കിലും അമ്മ കൂടെ കാണും. അതിൻ്റെ അപ്പുറത്ത് ഭൈരവനാഥൻ്റെ വിഗ്രഹമുണ്ട്. അതാണ് അമ്മയുടെ എന്തോ. പക്ഷേ സത്യം പറഞ്ഞാൽ ഒരു കാര്യം എനിക്ക് മിക്കവാറും അമ്പലങ്ങളിൽ പിടിക്കപ്പെടത്തില്ല. എന്ന് പറഞ്ഞാൽ മെയിൻ പ്രതിഷ്ഠയല്ല. മെയിൻ ഇപ്പം ഇവിടെ നമ്മൾ ഗണപതി ഭഗവാന്റെ അമ്പലത്തിൽ നിന്ന് അവിടുത്തെ ആ ഡെക്കറേഷൻ എന്താണ്. പക്ഷേ അമ്മയുടെ അമ്പലത്തിൽ അത്ര തോന്നില്ല. ഇതെല്ലാം ഇവിടെ മാത്രമല്ല, എല്ലാ അമ്പലത്തിലും ഇങ്ങനെ. അത് ശരിയല്ല. ദൈവം എല്ലാം ഒരേ എന്തോന്നാണ്, ഒരേ റെസ്പെക്ട് കൊടുക്കണം. ഞാൻ എൻ്റെ നോട്ടത്തിൽ വിചാരിച്ചാൽ ഗണപതി ഭഗവാന്റെ അമ്പലത്തിനേക്കാളും കൂടുതൽ ഈ അമ്പലമാണ് ഈ അലങ്കരിക്കുന്നത്. കാരണം ഇത് അമ്മയുടെ അമ്പലം. അദ്ദേഹവും വന്ന് കാല് തൊട്ട് വീഴുന്ന അമ്മയുടെ അമ്പലം. പക്ഷെ അത് അത്ര എന്തോന്നായിട്ടില്ല. നമ്മുടെ മനുഷ്യൻ്റെ നോട്ടം ഇതല്ല. മനുഷ്യൻ വിചാരിക്കുന്ന കണക്കിരിക്കും പ്രവൃത്തികളുടെ കണക്ക്, നമ്മുടെ ചിന്താഗതികളുടെ കണക്ക്. അന്നേരം ഇത്രയുള്ള അമ്പലം. ഇനി ഇവിടെ ഒരു പ്രതിഷ്ഠയുണ്ട്, ഹനുമാൻ ഭഗവാന്റെ. ഇവിടെ നമ്മൾ വെളിയിലിട്ട് ഇവിടെയൊക്കെ ഞാൻ പറയില്ല, ബുധനാഴ്ചയൊക്കെ നിൽക്കാൻ പറ്റത്തില്ല. നൊയില്ല കാണുന്നത് അത് ഹനുമാൻ ഭഗവാന്റെ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠയാണ്. ഇത്രയുള്ള ഈ മൊത്തം അമ്പലം. പക്ഷേ ഒരുപാട് പഴക്കമുള്ളതാണ്. പറയപ്പെടുന്ന മഹാരാജാവ് വിക്രമാദിത്യ മഹാരാജാവിൻ്റെ കാലത്ത് അസ്തിത്വത്തിൽ വന്ന അമ്പലമാണ്. ഭഗവാൻ സ്വയം ദർശനം കൊടുത്ത ആ കഥ ഞാൻ പറയുന്നുണ്ട് ഇതേ വീഡിയോയിൽ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഹിന്ദിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറയാം.